ഒരു പ്രഭാതത്തിൽ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ബാലകനെ നോക്കി വൃദ്ധനായൊരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് നീ ദിവസങ്ങളായി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നത്? ഈ വാക്ക് കേട്ടപ്പോൾ ഈ ചെറുബാലകൻ പറഞ്ഞു, എൻ്റെ പപ്പ വരുന്നുണ്ട്, എൻ്റെ പപ്പായെ ഞാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിന്നോട് സ്നേഹമുള്ള പിതാവായിരുന്നുവെങ്കിൽ ഈ 2-3 ദിവസങ്ങൾക്കപ്പുറം നീ കാത്തിരുന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? സ്നേഹമില്ലാഞ്ഞതുകൊണ്ടാണോ? അതോ നീ ഇവിടെ ഇരിക്കുന്നെന്നറിഞ്ഞില്ലേ? ബാലകൻ്റെ മറുപടി, ഞാനിവിടെ ഉണ്ടെന്നറിയാം, ഞാൻ നോക്കുമെന്നറിയാം, പക്ഷേ എൻ്റെ പിതാവ് വരും, വരാതിരിക്കുകയില്ല. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, കുഞ്ഞേ, മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ പോയി നീയും കളിക്ക്, നിൻ്റെ പപ്പ ഏതെങ്കിലും സമയത്ത് വരും, പോയി കളിക്കൂ എന്ന് പറഞ്ഞില്ല. ഇത്ര ദിവസം ഞാൻ കാത്തിരുന്നു, എൻ്റെ പപ്പ വരും എന്നുള്ള പ്രതീക്ഷയോടെ. ആ പ്രതീക്ഷ കൈവിട്ട്, ഒരു സെക്കൻഡ് കൊണ്ട് കൈവിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോയി ലാഘവത്തോടെ ഇരിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ കണ്ണുകൾ എൻ്റെ പിതാവിങ്കിലേക്ക് തന്നെ ഞാൻ ശ്രദ്ധ ചെലുത്തുവാൻ ഇടയായിത്തീരും. വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുബാലകനോട് പിന്നെയും പറഞ്ഞു, വരും, വരാതിരിക്കില്ല, ഒരുപക്ഷെ നാളെയായിരിക്കാം. പറഞ്ഞില്ല, ഇന്നായിരിക്കും വരുന്നത്, ഇന്ന് വരും, നിശ്ചയമാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദൂരത്ത് നിന്നും തൻ്റെ പിതാവ് കടന്നു വരുന്നത് കണ്ടു. ആ സമയം ആ വൃദ്ധനോട് ആ ബാലകൻ പറയുകയാണ്, നോക്കൂ, അതാ എൻ്റെ പപ്പ. ഈ 3-4 ദിവസമായി ഞാനിവിടെ കാത്തിരുന്നിട്ട് ഇപ്പോഴങ്ങയുടെ വാക്ക് കേട്ട് ഞാൻ ഓടിപ്പോയി എൻ്റെ കൂട്ടുകാരോടുകൂടെ കളിച്ചിരുന്നെങ്കിൽ എൻ്റെ പിതാവിൻ്റെ വരവിൽ എനിക്ക് ആ പിതാവിനെ ആദ്യമേ കാണുവാൻ കഴിയാതെ ഞാൻ ക്ഷീണിതനായി പോയേനെ. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ലോകത്തിലെ ജീവിതം പലപ്പോഴും കാത്തിരിക്കുന്നതിൽ നിന്നും പിന്തിരിക്കുവാൻ ഊടുപടം നോക്കിയേക്കാം. പലതരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും ജീവിതത്തിൻ്റെ ഉള്ളറയിൽ പാകുന്ന ഒരുപാട് വാക്കുകൾ ഉയർന്നു വന്നേക്കാം. എന്നാൽ വിദൂരതയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് കാത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അതേ, നിൻ്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് തന്നെ ഉയർന്നിരിക്കട്ടെ. ജീവിതത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ചിന്താഗതികൾക്കും അപ്പുറമായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷനാകുന്ന ഒരു സമയമുണ്ട്. അന്ന് അവനെ കാണുവാൻ എൻ്റെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.